തെന്നിന്ത്യൻ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഇളക്കിമറിച്ച ഒരു താരമായിരുന്നു സിൽക്ക് സ്മിത. ആന്ധ്രാപ്രദേശിലെ എലൂരുവിലെ ദന്തലൂരു മണ്ഡലിലെ കോവലി ഗ്രാമത്തിൽ 1960 ഡിസംബർ 2 രാമല്ലുവിൻ്റെയും സരസമ്മയുടെയും മകളായി ഒരു തെലുങ്ക് കുടുംബത്തിലാണ് സ്മിത ജനിക്കുന്നത്. വിജയലക്ഷ്മി എന്നായിരുന്നു സ്മിതയുടെ യഥാർത്ഥ പേര്. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് പോയിരുന്നതിനാൽ അമ്മ സരസമ്മയോടും അനുജനോടും ഒപ്പമാണ് ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ വിജയലക്ഷ്മി ബാല്യകാലം ചിലവഴിച്ചത്. തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പരാധീനത കാരണം 4ാം ക്ലാസ്സിന് ശേഷം അവർ പഠനം ഉപേക്ഷിച്ചു. അമ്മ കൂലിപ്പണിക്ക് പോകുമ്പോൾ അനുജനെയും വിജയലക്ഷ്മിയെയും അയൽക്കാരിയായ അന്നപൂർണിമോളുടെ അടുത്താക്കും. സിനിമാപ്രേമിയായിരുന്ന അന്നപൂർണിമാരുടെ സിനിമാ കാഴ്ചകളാണ് വിജയലക്ഷ്മിക്ക് മദിരാശി എന്ന പട്ടണവും അവിടുത്തെ സിനിമയുടെ അത്ഭുത ലോകത്തെക്കുറിച്ച് അറിയാനും അവിടെ എത്തിപ്പെട്ടാൽ കഷ്ടപ്പാടുകൾ മാറാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ മനസ്സിലാക്കാൻ കാരണമായത്. വശ്യതയാർന്ന കണ്ണുകൾക്കുടമയായിരുന്നു സ്മിത. തൻ്റെ കുടുംബം കൗമാരപ്രായത്തിൽ തന്നെ അവളെ വിവാഹം കഴിച്ച് അയക്കുകയുണ്ടായി. എന്നാൽ ഭർത്താവും കുടുംബവും മോശമായി പെരുമാറിയതിനാൽ താമസിയാതെ തന്നെ സ്മിത ഭർത്തൃഗൃഹത്തിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ 1977 അന്നപൂർണിമാരുടെ ഒപ്പം സ്മിത മദ്രാസിലേക്ക് വണ്ടി കയറി. മദ്രാസിലെത്തിയ വിജയലക്ഷ്മി അപർണ എന്ന ഭീകരൻ നടിയുടെ വീട്ടുജോലിക്കാരിയായും ടച്ചപ്പ് ഗേളുമായി മാറി സ്മിത. 1979 മലയാളിയായ ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയത്തേടിയിലൂടെയാണ് തൻ്റെ 19ാം വയസ്സിൽ വിജയലക്ഷ്മി സിനിമയിലെത്തുന്നത്. പുതിയ ചിത്രത്തിന് നായികയെ തേടി കോടമ്പാക്കത്തെത്തിയ ആന്റണി ഈസ്റ്റ്മാന് യാദൃച്ഛികമായി കണ്ട വിജയലക്ഷ്മിയുടെ ചിത്രങ്ങൾ ആദ്യം ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് അവരുടെ കണ്ണുകളിൽ കണ്ട തീക്ഷ്ണമായ ആകർഷണവും വശ്യമായ ചിരിയുമൊക്കെ തൻ്റെ നായികയായി തീരുമാനിക്കാൻ കാരണമാവുകയായിരുന്നു. വിജയലക്ഷ്മി എന്ന പേര് മാറ്റി സിനിമയ്ക്ക് വേണ്ടി സ്മിത എന്ന പേര് കൊടുത്തതും ആന്റണിയാണ്. സംവിധായകനും നടനുമായ വിനു ചക്രവർത്തി രചിച്ച വണ്ടിച്ചക്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സ്മിത കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു നടിയെ വേണമെന്ന ആവശ്യവുമായി സിനിമയുടെ നിർമ്മാതാവ് വിനു ചക്രവർത്തിയെ സമീപിച്ചിരുന്നു. ഈ സിനിമയിലേക്ക് അവസരം തേടിയെത്തിയ നിരവധി പെൺകുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു വിജയലക്ഷ്മി എന്ന സ്മിത. അതീവ വശ്യതയുള്ള സ്മിതയുടെ കണ്ണുകൾ അവളെ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായി. അഭിനയിക്കാൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ വിജയലക്ഷ്മിയുടെ ഭാവം തന്നെ മാറി. ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യേക ശരീരഭാഷയായിരുന്നു അവൾക്ക്. കണ്ണുകൾക്കും ശരീരഭാഷയ്ക്കും ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടി അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ ഇല്ലായിരുന്നുവെന്നാണ് വിനു ചക്രവർത്തി അന്ന് അഭിപ്രായപ്പെട്ടത്. അങ്ങനെ വണ്ടിച്ചക്രം എന്ന സിനിമയിലേക്ക് സ്മിത തിരഞ്ഞെടുക്കപ്പെട്ടു. വണ്ടിച്ചക്രത്തിൽ സിൽക്ക് എന്ന ബാർ ഡാൻസറുടെ വേഷമായിരുന്നു സ്മിതയ്ക്ക് ലഭിച്ചത്. അങ്ങനെ സ്മിത എന്ന പേരിനൊപ്പം സിൽക്കും ചേർത്തതോടെ വിജയലക്ഷ്മി സിൽക്ക് സ്മിതയായി മാറി. വണ്ടിച്ചക്രത്തിൻ്റെ വിജയത്തെ തുടർന്ന് അടുത്ത 3 വർഷങ്ങളിൽ 200ഓളം ചിത്രങ്ങളിൽ സ്മിത വേഷമിട്ടു. ദക്ഷിണേന്ത്യൻ സിനിമയുടെ ആദ്യത്തെ ഗ്ലാമർ ഗേൾ എന്നറിയപ്പെട്ട സ്മിതയുടെ നൃത്തരംഗങ്ങൾക്ക് അന്നത്തെ സൂപ്പർ നടിമാരെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭ്യമായിരുന്നു. നൃത്തം പ്രൊഫഷണലായി അഭ്യസിച്ചിരുന്നെങ്കിലും ഗ്ലാമർ രംഗങ്ങളിലെ സിൽക്കിൻ്റെ ഡാൻസുകളും സാന്നിധ്യവും സിനിമകളുടെ വിജയങ്ങൾക്ക് അഭിവാജ്യ ഘടകങ്ങളായി മാറി. മൂന്നാം പിറ എന്ന സിനിമയിലെ ധീരമായ വേഷവും നൃത്തവും സിൽക്കിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തി. തുടർന്നുള്ള 15 വർഷത്തോളം സിൽക്ക് തെന്നിന്ത്യൻ മസാല പടങ്ങളിൽ അഭിനയിച്ചു. ശിവാജി ഗണേശൻ, കമലഹാസൻ, രജനീകാന്ത്, ചിരഞ്ജീവി തുടങ്ങിയ മുൻനിര നായകന്മാരുടെ സിനിമകൾ പോലും സിൽക്കിൻ്റെ ഡേറ്റുകൾക്കൊപ്പിച്ച് ചിത്രീകരണം മാറ്റാൻ കാരണമായി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകൾ കൂടാതെ ചില ബോളിവുഡ് സിനിമകളിലും സിൽക്ക് വേഷമിട്ടു. സ്ഫടികത്തിൽ സിൽക്ക് സ്മിത അഭിനയിച്ച ഏഴിമലപ്പൂഞ്ചോല എന്ന ഗാനം അന്നും ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ടാകും. ഒടുവിൽ കോടമ്പാക്കത്തിൻ്റെ കറുത്ത ചരിത്രം സ്മിതയെയും ആക്രമിക്കാനെത്തി. പുതിയ ഗ്ലാമർ നർത്തകന്മാരുടെ വരവ് സ്മിതയെ സിനിമാ നിർമ്മാണത്തിലേക്ക് കൂടി തിരിക്കുവാൻ കാരണക്കാരിയായി. എന്നാൽ ആദ്യം നിർമ്മിച്ച 2 ചിത്രങ്ങളും വൻ പരാജയങ്ങളായി മാറി. മൂന്നാമത്തെ സിനിമയിൽ രക്ഷപ്പെടുമെന്ന് കരുതിയെങ്കിലും ആ സിനിമയും പൊട്ടിയതോടെ സിൽക്ക് സ്മിത വൻ കടക്കണിയിലകപ്പെട്ടു. സബാഷ് എന്ന ചിത്രമാണ് സ്മിതയുടേതായി അവസാനമായി റിലീസായത്. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങളൊന്നും അതിനെ സൃഷ്ടിക്കാനായില്ല. അവസാനമായി വന്ന ഓഫറുകളിലെ മിക്ക സിനിമകൾക്കും ഇതേ അവസ്ഥയായിരുന്നു. വീണ്ടും തൻ്റെ ആദ്യകാല ജീവിതത്തിലേക്കും പട്ടിണിയിലേക്കും ചെന്നെത്തുമോ എന്ന് സ്മിത ഭയന്നു. 1996 സെപ്റ്റംബർ 23 തൻ്റെ 35ാം വയസ്സിൽ ചെന്നൈയിലുള്ള തൻ്റെ ഫ്ലാറ്റിൽ വെച്ച് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തു.
സിൽക്ക് സ്മിത തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഞെട്ടലോടെയായിരുന്നു അന്ന് സിനിമാ ലോകം കേട്ടത്. അവരുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. സിൽക്ക് സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2011 ഡേർട്ടി പിക്ചർ എന്ന ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി. ഇതിൽ വിദ്യാ ബാലനായിരുന്നു സിൽക്കിന്റെ റോൾ അഭിനയിച്ചത്. പേരും പ്രശസ്തിയും നൽകിയ സിനിമ സിൽക്കിന് ഏറെ അവഗണനകളും സങ്കടങ്ങളും നൽകിയിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ വേണ്ട രീതിയിൽ അവർ പരിഗണിക്കപ്പെട്ടില്ല. മാതകറാണി എന്നതിനപ്പുറത്തേക്കൊന്നും സിൽക്ക് സ്മിതയുടെ പേര് ഉയർന്നു വന്നില്ല. ഒടുവിൽ വിഷമങ്ങളും വേദനകളും ഇല്ലാത്ത ലോകത്തേക്ക് സ്മിത സ്വയം യാത്രയാകുകയായിരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.